ഗബ്രിയേല ചാൾട്ടൺ 9-ാം വയസ്സിൽ ജോഡി ജൂനിയർ എന്ന വിജയ് ടിവി റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഗബ്രിയേല തന്റെ ടെലിവിഷൻ കരിയർ ആരംഭിച്ചത്. ഈ പരിപാടിയിൽ വിജയ് എന്ന പദവി നേടിയതിനു ശേഷം അദ്ദേഹത്തിന് ചലച്ചിത്ര മേഖലയിൽ അവസരങ്ങൾ ലഭിച്ചു. വിജയ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത 7th ഗ്രേഡ് സി ഡിവിഷന്റെ ടെലിവിഷൻ നാടക പരമ്പരയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. വിജയ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത ജോഡി നമ്പർ 1 സീസൺ 6 എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലും അവർ പ്രത്യക്ഷപ്പെട്ടു. കപ്പിൾ നമ്പർ 1ന്റെ 6ാം സീസൺ അദ്ദേഹം നേടി. ടീമായി അവിടെ എങ്ങനെയാ കാര്യങ്ങൾ? എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ച് കിടക്കോ? പിന്നെ ഇല്ലാണ്ട്. അപ്പോഴല്ലേ നമ്മുടെ ഉള്ളിലുള്ള എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റൂ. ഞാൻ ചേട്ടന്റെ നെഞ്ചിൽ ഇങ്ങനെ കിടക്കും. ചേട്ടൻ അപ്പോൾ എന്റെ മുടിയിൽ തലോടിക്കൊണ്ട് ഓരോന്ന് പറയും. നീ എന്താ അങ്ങനെ ചോദിച്ചത്? നിന്റെ കെട്ടിയോൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ലേ? ഇവിടെ എല്ലാം ചടങ്ങാടി കഴിഞ്ഞിട്ട് കയ്യിൽ പൈസ തരുന്നില്ല എന്ന വ്യത്യാസമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മടുത്തടോ. രാവിലെ പിള്ളേരെ സ്കൂളിൽ പറഞ്ഞു വിട്ടാൽ പിന്നെ ചൊറിയും കുത്തി വീട്ടിലിരിപ്പ് തന്നെയാണ്. ആരെങ്കിലും എഴുതുന്ന കഥകൾ വായിക്കുന്നു, ലൈക്ക് അടിക്കുന്നു, കിടന്നുറങ്ങുന്നു. കൂടെ പഠിച്ചവളുമാരൊക്കെ ഓരോ സ്റ്റാറ്റസും ഫോട്ടോയും ഇടുന്നത് കാണുമ്പോൾ കൊതിയാകുമെടി. എത്ര സ്നേഹത്തിലെന്ന് ഓരോരുത്തർ ലൈഫ് കൊണ്ടുപോകുന്നത്. ബെസ്റ്റ്. ഫേസ്ബുക്കിൽ ഓരോരുത്തർ ഇടുന്ന ഫോട്ടോ കണ്ടാണോ നീ അവരുടെ സന്തോഷം അളക്കുന്നത്? അവർ എത്രത്തോളം എഴുകി നിൽക്കുന്നോ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് അവർ തമ്മിലുള്ള അന്തരം. നിനക്കൊരു കാര്യം അറിയോ? നമ്മൾ നമ്മുടെ പങ്കാളിയോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നത് നമ്മൾ ഏറ്റവും വലിയ തെറ്റുള്ളിൽ ചെയ്യുമ്പോഴാണ്. ഈ ചെക്കനെ കണ്ടോ? ഒരു ദിവസം ഞാൻ നൈറ്റ് ഇട്ടോണ്ട് ഒരു സ്റ്റോറി ഇട്ടു. ആ സ്റ്റോറിക്ക് അവനൊരു റിപ്ലൈ കമന്റ് ഇട്ടു. മെച്ചോർഡ് മത്സ്യകന്യക. ഞാൻ അവന്റെ ഇൻബോക്സിൽ അതിന്റെ റീസൺ ചോദിക്കാൻ പോയത് മാത്രം ഓർമ്മയുണ്ട്. എന്നിട്ട് എന്താവാൻ? അവനോട് അതിരുവിട്ട ചാറ്റ് മിക്ക ദിവസവും ഉണ്ടാകും. എന്നെ കണ്ടാൽ പറയോ? ഒരിക്കലുമില്ല. പക്ക ഓൺലൈൻ കുലസ്ത്രീ. ചേട്ടൻ പൊക്കിയാൽ ആനപ്പുറത്ത് ഇരിക്കുന്നവൻ പട്ടി കുരച്ചാൽ പേടിക്കോ എന്ന് പറഞ്ഞാൽ അയാൾ ഇതിന്റെ വലത്തതാണെന്ന് എനിക്കറിയാം. നിനക്ക് ഇങ്ങനെ വല്ലവരെയും വേണോ? അതൊക്കെ എന്റെ ഇൻബോക്സിലും വന്ന് കിടപ്പുണ്ട്. ഞാൻ ഫോർപ്ലേ ഇന്ന് ട്രൈ ചെയ്താലോ? അപ്പോൾ അതൊന്നുമില്ലേ? 5 മിനിറ്റിൽ മാഗി റെഡി. അതാണ് അവിടെ നടക്കുന്നത്. അന്നേ ദിവസം രാത്രി ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? ഡേ ചേട്ടാ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഈ ഇരുട്ടത്ത് ഒളിച്ചും പാത്തും ചെയ്യാൻ ഇത് പണ്ട് കൈരളി ടിവിയിലെ താടിക്കാരൻ ചേട്ടൻ അവതരിപ്പിച്ച സിംഫണിയുടെ സെറ്റല്ല. ലൈറ്റ് ഇട്ടിട്ട് മതി അഭ്യാസം. അത്രയ്ക്ക് വെറുപ്പാണോ എന്റെ മുഖം കാണുന്നത്? അതോ വേറെ ഏവളെയെങ്കിലും അന്നേരം മനസ്സിൽ ചിന്തിക്കാനാണോ? എന്റെ പൊന്നെ നിർത്ത്. ചേട്ടാ, നമുക്ക് ഇന്ന് ഫോർപ്ലേ ചെയ്താലോ? പഫാ പന്ന മോളെ, നിനക്ക് ഞാൻ പോരാഞ്ഞിട്ട് പിന്നെയും 4 പേരുടെ കൂടെ കിടക്കണോടി. അവളെ ഒരു ഫോർപ്ലേ? അയ്യേ, ഇത് അങ്ങനെ ഒന്നുമല്ല. ചേട്ടന് അറിയില്ലെങ്കിൽ അത് പറ. ചുമ്മാ എന്റെ മെക്കിട്ട് കേറാതെ. പക്ഷേ ഒരു കാര്യം, ഇന്ന് നീ തോണ്ടാൻ ഇങ്ങോട്ട് വരരുത്. സത്യം പറഞ്ഞാൽ 24 മണിക്കൂറും നെറ്റിന്റെ ലോകത്ത് ആണെങ്കിലും ഫോർപ്ലേ എന്നൊരു വാക്ക് ജിജിയുടെ കെട്ടിയോൻ വിനോദ് ആദ്യമായി കേൾക്കുകയായിരുന്നു. കേട്ട പാതി 4 പേരുടെ കൂടെ സ്വന്തം ഭാര്യ കിടപ്പറ പങ്കിടുന്നതാണെന്ന് ചിന്തിച്ചെങ്കിലും ജിജിയുടെ മറുപടിയിൽ നിന്നും കാര്യം അതല്ല എന്ന് മനസ്സിലായി. പക്ഷേ എന്താണ് എന്നുള്ളത് എങ്ങനെ അറിയും? അവളോട് നേരിട്ട് ചോദിച്ചാലോ? അത് വേണ്ട. ഞാൻ സെക്സിൽ വെറും പൊട്ടനാണെന്ന് അവൾ കരുതും. വഴി ഉണ്ടാക്കാം. വിനോദ് ഉടനെ തന്നെ ആ പാതി രാത്രി തന്റെ ഉറ്റച്ചങ്കായ മാത്തനെ ഫോൺ വിളിച്ചു. അളിയ, ഈ ഫോർപ്ലേ എന്താ? ഈ ക്രിക്കറ്റിൽ പറയും പോലെ പവർ പ്ലേ പോലത്തെ എന്തെങ്കിലും സെറ്റപ്പാണോ? ആണെങ്കിൽ ഈ ഫീൽഡിംഗ് നിയന്ത്രണവും കിടപ്പറയിലെ നിയന്ത്രണവും തമ്മിൽ എന്ത് ബന്ധമാടാ? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ ഒന്ന് പറഞ്ഞു തന്നാണ്. അളിയ, ഫോർപ്ലേ എന്ന് വെച്ചാൽ? എന്റെ അളിയ, പച്ചക്ക് പറഞ്ഞാൽ നീ നിന്റെ കെട്ടിയോളുമായിട്ട് കുത്തിമറിയുന്നതിന് മുമ്പ് അവളെ മാക്സിമം സന്തോഷിപ്പിക്കണം. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം. എന്നിട്ട് കാര്യത്തിലോട്ട് കടക്ക്. അത്രേ ഉള്ളൂ സംഭവം. ഇച്ചൂസേ, ദാ ചോക്ലേറ്റ് റെഡി. വാ ഇങ്ങോട്ട്. ആരാ ഈ പാതി രാത്രി ഫോണിൽ? അളിയ, നീ ഫോൺ കട്ട് ആക്കിക്കോ. പെണ്ണുംപുള്ള വിളിക്കുന്നു. ഞങ്ങളും ഫോർപ്ലേയുടെ ഇച്ചിരി വേറിട്ട പരീക്ഷണത്തിലാ. നീ നാളെ ഞാൻ പറഞ്ഞ പോലെ ചെയ്തു നോക്ക്. വിനോദിന് ആ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നതേയില്ല. മനസ്സ് നിറയെ ജിജിയെ മാക്സിമം തന്നിലേക്ക് ഫോർപ്ലേ ചെയ്ത് എത്തിക്കാനുള്ള ചിന്തകളായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് ഇറങ്ങാൻ നേരം പതിവില്ലാതെ ജിജിയുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് വിനോദ് പറഞ്ഞു. നീ ഇന്നലെ കിടക്കാൻ നേരം എന്തോ പറഞ്ഞില്ലേ? അത് ഇന്ന് നമുക്ക് ചെയ്യാം. നമ്മുടേത് മാത്രമായ കുറച്ച് നിമിഷങ്ങൾ. ഞാൻ ഇന്ന് നേരത്തെ വരാം. വിനോദിന്റെ ആ വാക്കുകൾ സത്യത്തിൽ അവളിൽ ആശ്ചര്യമുളവാക്കി. ഒരു രാത്രി കൊണ്ട് ഇജ്ജാതി മാറ്റം. ജിജി മായയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ എന്റെ ചേട്ടന്റെ മാത്രം മെച്ചോർഡ് മത്സ്യകന്യകാണ്. സമയം രാത്രി പകൽ 10 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. വിനോദും ജിജിയും ആദ്യമായി ഫോർപ്ലേ ചെയ്യാനുള്ള പുറപ്പാട്. എങ്ങും നിശബ്ദത. ലൈറ്റ് ഇതുവരെ ഓഫ് ആക്കിയിട്ടില്ല. 5 മിനിറ്റിനു ശേഷം റൂം